all, welcome to Medventure Dr. Anders Academy. I welcome you all for HAAD crash course. Adimai General Pharmacology. First question, what is the best time to do lithium levels after the dose is administered? Answer is 12 hours. ഒരു 12-hour trough level ആണ് നമ്മൾ ലിഥിയത്തിന്റെ ലെവൽ നോക്കാൻ പ്രിഫർ ചെയ്യുന്ന സമയം. ചില സർക്കംസ്റ്റൻസസ്, അതായത് ഒരു 3 times ഡോസിങ് അല്ലെങ്കിൽ ലിമിറ്റഡ് ലാബ് hours ഒക്കെ ഉള്ളപ്പം ഒരു 8 to 12 hours പോസ്റ്റ് ഡോസ് എടുക്കുന്നതാണ്. Next question, what is the total maximum daily dose for the over-the-counter paracetamol? അതായത് പാരസെറ്റമോളിന്റെ ഡെയിലി ഡോസ് മാക്സിമം എന്താണ്? 4 gram ആണ്, അല്ലെങ്കിൽ 4000 mg. അഡൽട്സിന് 500 mg ടാബ്ലറ്റ് 4 times in 24 hours എടുക്കാം. You must wait at least 4 hours between doses. തന്നെയല്ല, ഒരു ദിവസം 8 ടാബ്ലറ്റിൽ കൂടുതൽ എടുക്കാൻ പാടില്ല. Next question, in a hemodynamically stable patient, when it is recommended to draw gentamicin trough level, gentamicin trough level എടുക്കേണ്ട ideal time, especially in a hemodynamically stable patient. എടുക്കേണ്ടത് it should be taken at steady state before the 4th dose. 4th ഡോസിന് മുന്നായിട്ട് സ്റ്റഡി സ്റ്റേറ്റിലാണ് ജെൻഡാമൈസിന്റെ ട്രഫ് ലെവൽ എടുക്കുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് മെഡിക്കേഷൻ ഇസ് നോൺ ടു ബി എ പവർഫുൾ എൻസൈം ഇൻഡ്യൂസർ? നമുക്കറിയാം എൻസൈം ഇൻഡ്യൂസേഴ്സ് ആൻഡ് എൻസൈം ഇൻഹിബിറ്റേഴ്സ്. എൻസൈം ഇൻഡ്യൂസേഴ്സ് എന്ന് പറയുന്നത് മെറ്റബോളിസത്തിനെ ഇൻഡ്യൂസ് ചെയ്യുന്നതും എൻസൈം ഇൻഹിബിറ്റേഴ്സ് മെറ്റബോളിസം ഇൻഹിബിറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ കുറയ്ക്കുന്നതുമായിട്ടുള്ള ഡ്രഗ്സ് ആണ്. എൻസൈം ഇൻഡ്യൂസേഴ്സ് എന്ന് പറയുമ്പോൾ ഇവിടുത്തെ ഓപ്ഷനിൽ ആൻസർ റിഫാംപിസിൻ ആണ് വരുന്നത്. വേറെയും എക്സാമ്പിൾ ഉണ്ട്, കാർബമസെപ്പിൻ, ഫെനിറ്റോയിൻ, ഗ്രേപ്പ് ഫ്രൂട്ട്, അങ്ങനെ പറയുന്നത്. എൻസൈം ഇൻഹിബിറ്റേഴ്സ് വരും ക്വസ്റ്റ്യൻസിൽ കാണാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, women come to you with a daughter that is suffering from head lice. She already had been treated with insecticide before, but it returned. What is the appropriate response? ഒരു വിമൻ അവരുടെ ഡോക്ടറിനെ കൊണ്ട് വന്നു, ഹെഡ് ലൈസ് ആയിട്ട് സഫർ ചെയ്യുന്നു. നേരത്തെ ഓൾറെഡി ട്രീറ്റ്മെന്റ് എടുത്തിരുന്നാലും വീണ്ടും ഹെഡ് ലൈസ് റിട്ടേൺ ചെയ്യുന്നു. വാട്ട് ഇസ് ദ നെക്സ്റ്റ് അപ്രോപ്രിയേറ്റ് റെസ്പോൺസ്? ആൻസർ വരുന്നത് ഗിവ് പെർമെത്രിൻ ആണ്. പെർമെത്രിൻ എന്ന് പറയുന്നതാണ് നമ്മൾ നോർമലി ഫാർമക്കോളജിക്കലി ആയിട്ട് അപ്രോച്ച് ചെയ്യുമ്പോൾ ഹെഡ് ലൈസിന് വേണ്ടി കൊടുക്കുന്ന ആദ്യത്തെ മരുന്ന്, അല്ലെങ്കിൽ ഫസ്റ്റ് ലൈൻ എന്ന് പറയുന്നത്. എന്നാൽ ഇത് ഒരു പ്രാവശ്യം യൂസ് ചെയ്തുകൊണ്ട് മാത്രം ഹെഡ് ലൈസ് പൂർണ്ണമായി മാറണമെന്നില്ല. സോ മൾട്ടിപ്പിൾ യൂസ് ഇസ് റെക്കമെൻഡഡ്. Next question, in clinical trials, what is the acceptable power of study? എന്താണ് power of study എന്ന് പറയുന്നത്? It's a study that represents the probability of finding a difference that exists in a population. It depends on the chosen level of significance, difference it will look for, the effect size, variability of the measured variables and sample size. Simple words ൽ പറഞ്ഞാൽ ഇതൊരു false null hypothesis നെ റിജക്ട് ചെയ്യുന്ന ഒരു probability ആണ്. ഇവിടെ ആൻസർ വരുന്നത് 85 ആണ്. ഒരു സ്റ്റഡിക്ക് ഐഡിയൽ പവർ ഓഫ് സ്റ്റഡി എന്ന് പറയുന്നത് ഇറ്റ് ഷുഡ് ബി മോർ ദൻ 80%. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദി എഫക്ട് ഓഫ് സ്മോക്കിംഗ് ഓൺ സീറം ഓൾനസപൈൻ ലെവൽ? ഓൾനസപൈൻ എന്നൊക്കെ പറയുന്നത് നമ്മൾ ആന്റിസൈക്കോട്ടിക് ആയിട്ട് കൊടുക്കുന്നതാണ്. ആൻഡ് ഇറ്റ്സ് എ അറ്റിപ്പിക്കൽ ആന്റിസൈക്കോട്ടിക് ഡ്രഗ്. ഓൾനസപൈൻ, ക്ലോസപൈൻ പോലത്തെയുള്ള ഡ്രഗ്സിന് സ്മോക്കിംഗ് ഒരുമിച്ച് ചെയ്താൽ ഇറ്റ് ഇൻഡ്യൂസസ് CYP1A2 എൻസൈം. അങ്ങനെ ക്ലോസപൈൻ്റെ ഓൾനസപൈൻ്റെ ലെവൽ കുറയാൻ ചാൻസ് ഉണ്ട്. സോ ദി ആൻസർ ഇസ് ഡിക്രീസ് ഇൻ സിറം ഓൾനസപൈൻ ലെവൽ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഡോസ് ഹൈ വോള്യൂം ഓഫ് ഡിസ്ട്രിബ്യൂഷൻ വാട്ട് ഡസ് ഹൈ വോള്യൂം ഓഫ് ഡിസ്ട്രിബ്യൂഷൻ ഇൻഡിക്കേറ്റ്? എന്താണ് ഹൈ വോള്യൂം ഓഫ് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത്? ദി ആൻസർ ഇസ് ഡ്രഗ് അക്യുമുലേറ്റ്സ് ഇൻ ദ ടിഷ്യൂ. അതായത് മോസ്റ്റ് ഓഫ് ദ ഡ്രഗ് ഇസ് ഇൻ ദ ടിഷ്യൂ ആൻഡ് വെരി ലിറ്റിൽ ഇസ് ഇൻ ദ പ്ലാസ്മ സർക്കുലേറ്റിംഗ്. അതായത് ഡ്രഗ് ബ്ലഡ് സർക്കുലേഷനിൽ കുറവും ടിഷ്യൂവിൽ കൂടുതലുമായിട്ട് കാണിക്കുന്നു. ദാറ്റ്സ് ദി ഐഡിയൽ മീനിങ് ഓഫ് വാട്ട് ഹൈ വോള്യൂം ഓഫ് ഡിസ്ട്രിബ്യൂഷൻ ഇൻഡിക്കേറ്റിംഗ്. ലാർജർ വോള്യൂം ഓഫ് ഡിസ്ട്രിബ്യൂഷൻ ദ മോർ ലൈക്ലി ദാറ്റ് ദ ഡ്രഗ് ഇസ് ഫൗണ്ട് ഇൻ ദ ടിഷ്യൂ. കൂടുതൽ വോള്യൂം, ഹൈ വോള്യൂം ഓഫ് ഡിസ്ട്രിബ്യൂഷൻ ആണെങ്കിൽ ടിഷ്യൂവിൽ ആ ഒരു ഡ്രഗിന്റെ അളവ് കൂടുതലായിരിക്കും. ഇനിയല്ല, ചെറുതാണ് വോള്യൂം ഓഫ് ഡിസ്ട്രിബ്യൂഷൻ എങ്കിൽ ഇറ്റ് മീൻസ് ദാറ്റ് സർക്കുലേറ്ററി സിസ്റ്റത്തിലായിരിക്കും ഡ്രഗിന്റെ അളവ് കൂടുതൽ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, which route of administration results in faster absorption? ഏത് റൂട്ടിൽ കൂടെ ഡ്രഗ് അഡ്മിനിസ്റ്റർ ചെയ്യുമ്പോഴാണ് ഫാസ്റ്റർ റൂട്ട് ഓഫ് അഡ്മിനിസ്ട്രേഷൻ? ആൻസർ റെക്ടൽ റൂട്ട് ആണ്. മൂവിങ് ഓൺ, ഡ്രഗ്സ് വിത്ത് PK is equal to 5 അബ്സോർപ്ഷൻ സൈറ്റ് എന്താണ്? ഒരു ഡ്രഗിന് PK 5 ആണ്. അതിൽ ഏറ്റവും കൂടുതൽ അബ്സോർബ് ചെയ്യാൻ പറ്റുന്ന അബ്സോർപ്ഷൻ സൈറ്റ് എന്ന് പറയുന്നത് ഡിയോഡിനം ആണ്. ആസിഡിക് ഡ്രഗ് എന്ന് പറയുന്നത് കൂടുതലും ആസിഡിക് ആയിട്ടുള്ള ഏരിയാസിലാണ് അബ്സോർപ്ഷൻ നടക്കുക.
ആൻസർ പ്രോക്സിമൽ ഡ്യൂഡിനോ എന്ന് വരും. ഇനി അല്ല ബേസിക് ഡ്രഗ്സ് ആണെങ്കിൽ കൂടുതലും ആൽക്കലൈൻ ഏരിയയിലാണ് കൂടുതലും അബ്സോർപ്ഷൻ നടക്കുക. ദാറ്റ്സ് എ ഡിസ്റ്റൽ ഇലിയം. Next question. The way permethrin works is by overexciting an insect nervous system. When an insect encounters permethrin, it becomes paralyzed, and in this weakened state, the insect generally disengages, falls off, and frequently dies. What is the reason of death? Answer വരുന്നത് makes paralysis leading to death. Next question. A patient who is on warfarin therapy takes ginger supplement to see any interaction. Which reference would be the most appropriate? ഈ ഒരു ക്വസ്റ്റ്യനെ വേറെ രീതിയിലും ചോദിച്ചിട്ടുണ്ട്. A patient who is on warfarin therapy is using garlic supplement to see any interaction. Which reference would be most appropriate? ക്വസ്റ്റ്യൻ്റെ മീനിങ് ഇത്രയേ ഉള്ളൂ. വാർഫറിൻ എടുക്കുന്ന ഒരാൾക്ക് എന്തെങ്കിലും ഹെർബൽ സപ്ലിമെൻറ്റ് അല്ലെങ്കിൽ നാച്ചുറൽ ആയിട്ടുള്ള സപ്ലിമെൻറ്റ് എടുക്കുമ്പോൾ എന്തെങ്കിലും ഇൻട്രാക്ഷൻ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യുന്നത് ഏത് റെഫറൻസിലാണെന്ന് ചോദിച്ചേക്കുന്നത്. ആൻസർ റിവ്യൂ ഓഫ് നാച്ചുറൽ പ്രൊഡക്ട്സ് ആണ്. ഈ ഒരു ബുക്കിൽ ഇറ്റ് പ്രൊവൈഡ്സ് ഡീറ്റെയിൽ ഇൻഫർമേഷൻ അബൌട്ട് നാച്ചുറൽ പ്രൊഡക്ട്സ്, അവരുടെ ബൊട്ടാനി, അവരുടെ ഹിസ്റ്റോറിക്കൽ ഇൻഫർമേഷൻ, കെമിസ്ട്രി, ഫാർമക്കോളജി, മെഡിസിനൽ യൂസ്, ടോക്സിക്കോളജി, പിന്നെ പേഷ്യൻ്റ് ഇൻഫർമേഷൻ. Doctor wrote Dalicin T DNS in the prescription. What is the meaning? എന്താണ് ഡി എൻ എസ് എന്ന് പറയുന്നതിലാണ് ചോദിച്ചിരിക്കുന്നത്. ഇറ്റ് മീൻസ് ഡു നോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ഓർ ദി ഇനീഷ്യൽ ഡി എൻ എസ്. ഓക്കെ, ഡു നോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട്. ആൻസർ വരുന്നത് സി ആണ്, ഡു നോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട്. A pharmacist must not dispense a generic drug in place of a prescribed brand name drug where the prescribing physician has placed the phrase do not substitute അല്ലെങ്കിൽ ഡി എൻ എസ്. അതായത് ഡി എൻ എസ് എന്ന് കാണിച്ചിട്ടുള്ള എന്തെങ്കിലും ഒരു പ്രിസ്ക്രിപ്ഷൻ ആണെങ്കിൽ നമുക്ക് ആ ഒരു പ്രിസ്ക്രൈബ് ഡ്രഗ് മാത്രമേ കൊടുക്കാൻ പറ്റത്തുള്ളൂ. ഓൾട്ടർനേറ്റീവ് ആയിട്ടുള്ള ബ്രാൻഡോ ജനറിക് നെയിമോ ഒന്നും അവിടെ ഡിസ്പെൻസ് ചെയ്യാൻ പാടില്ല. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വിച്ച് വൺ ഓഫ് ദ ഫോളോവിംഗ് ഇസ് നോൺ സൈഡ് എഫക്ട് ഓഫ് അൺഫ്രാക്ഷൻ ഹെപ്പറിൻ? അൺഫ്രാക്ഷൻ ഹെപ്പറിൻ്റെ ഒരു അറിയപ്പെടുന്ന സൈഡ് എഫക്റ്റ് എന്താണ്? ഓപ്ഷൻസിൽ വരുന്ന ആൻസർ ഹൈപ്പർ കലീമിയ ആണ്. ഹൈപ്പർ കലീമിയ, ഹൈപ്പോനട്രീമിയ, പിന്നെ ദ ഫേമസ് ഹെപ്പറിൻ ഇൻഡ്യൂസ് ത്രോംബോസൈറ്റോപീനിയ, ഇതൊക്കെയാണ് മെയിൻ ആയിട്ടും ഹെപ്പറിൻ്റെ അൺഫ്രാക്ഷൻ ഹെപ്പറിൻ്റെ സൈഡ് എഫക്റ്റ് ആയിട്ട് വരുന്നത്. Doctor prescribed rifampin for a patient. The patient has HIV and is taking peptide protein inhibitor. A week later, lab reports showed a lot of viral in his blood. What is the reason behind that? റിഫാംപിൻ അല്ലെങ്കിൽ റിഫാംബസ് എന്ന് പറയുന്നത് ഒരു സൈറ്റോക്രോം P450 ഇൻഡ്യൂസർ ആണ്. നമ്മൾ നേരത്തെ ഒരു ക്വസ്റ്റനിൽ എൻസൈം ഇൻഡ്യൂസറിന്റെ എക്സാമ്പിൾ എന്താണെന്ന് ചോദിച്ചപ്പം റിഫാംപിൻ ആയിരുന്നു ആൻസർ പറഞ്ഞത്. സോ അതൊരു എൻസൈം ഇൻഡ്യൂസർ ആണ്. അങ്ങനെ എൻസൈം ഇൻഡ്യൂസർ ആയതുകൊണ്ട് തന്നെ ഇറ്റ് കൻ കോസ് ബ്രേക്ക് ഡൗൺ ഓഫ് ദ പെപ്റ്റൈഡ് ഇൻഹിബിറ്റർ. പെപ്റ്റൈഡ് ഇൻഹിബിറ്ററിന്റെ ബ്രേക്ക് ഡൗണിന് ലീഡ് ചെയ്യും ഈ റിഫാംപസിൻ. അങ്ങനെ ഇറ്റ് കൻ വേഴ്സൺ ദ പേഷ്യൻസ് കണ്ടീഷൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദ പേഷ്യന്റ് ഇസ് ടേക്കിംഗ് വാർഫറിൻ ആൻഡ് ദ ഡോക്ടർ പ്രിസ്ക്രൈബ് ഫ്ലുക്കിനസോൾ. The patient came with an INR of 11 and is bleeding. What is the reason of this bleeding? നമുക്കറിയാം നോർമലി INR ലെവൽ നമ്മൾ ഒരു 1 to 2 റേഞ്ച് അല്ലെങ്കിൽ ഇപ്പം 2 to 3 റേഞ്ച് ഒക്കെയാണ് മാക്സിമം നമ്മളൊരു INR ലെവൽ കീപ്പ് ചെയ്യേണ്ടത്. ഒരു 1 താഴെയൊക്കെ പോയാൽ അവിടെ ആ ഒരു ബ്ലീഡിങ് ക്ലോട്ടിങ് റിസ്ക് കൂടാനും ഒരു 3യുടെ മണ്ടയ്ക്ക് ഒരു 4-5 ഒക്കെ പോകുമ്പം ബ്ലീഡിങ് റിസ്ക് കൂടാനും ചാൻസ് ഉണ്ടെന്ന് എല്ലാവർക്കും അറിയാം. ഫ്ലുക്കനോസോൾ എന്ന് പറയുന്നത് ഒരു എൻസൈം ഇൻഹിബിറ്റർ ആണ്. നമ്മൾ ഇതുവരെ എൻസൈം ഇൻഡ്യൂസറിന്റെ എക്സാമ്പിൾ ആണ് നോക്കിയത്. എൻസൈം ഇൻഹിബിറ്റർ എന്ന് പറയുന്നത് മെറ്റബോളിസം ഡിലേ ചെയ്യുന്നവരാണ്. ഫ്ലുക്കനസോൾ ഉപയോഗിക്കുമ്പം വാർഫറിൻ കൻ അക്യുമുലേറ്റ് ഇൻ ദ ബ്ലഡ് വിത്തൗട്ട് മെറ്റബലൈസിങ് ഇറ്റ്. വാർഫറിൻ ഒരു പ്രോഡ്രഗ് അല്ല. അതുകൊണ്ട് തന്നെ അതിനെ മെറ്റബലൈസ് ചെയ്താൽ, അതിനെ മെറ്റബലൈസ് ചെയ്തില്ലെങ്കിൽ ഇറ്റ് കൻ ഗെറ്റ് അക്യുമുലേറ്റഡ് ഇൻ ദ ടിഷ്യൂസ്. അങ്ങനെ അക്യുമുലേറ്റ് ആയാൽ ടോക്സിക് ആയിട്ടുള്ള കാര്യങ്ങളും അല്ലെങ്കിൽ അതിൻ്റെ സൈഡ് എഫക്ട്സ് കൂടും. നമുക്ക് എല്ലാവർക്കും അറിയാം വാർഫറിൻ്റെ മെയിൻ സൈഡ് എഫക്റ്റ് എന്ന് പറയുന്നത് ബ്ലീഡിംഗ് ആണ്. അങ്ങനെ ഇത് അക്യുമുലേറ്റ് ആയി INR ലെവൽ കൂടി 11 പറയുന്നത് വളരെ ഹൈ ആയിട്ടുള്ള INR ലെവലാണ്. ബ്ലീഡിംഗ് ഡെഫിനറ്റ്ലി ഉണ്ടാകും. സോ ദി ആൻസർ ഇസ് ബിക്കോസ് ഫ്ലുക്കനസോൾ ഇസ് എൻ എൻസൈം ഇൻഹിബിറ്റർ. Next question. Which of the following is the least cause of hypothyroidism of a patient taking levothyroxine? ആൻസർ വരുന്നത് ഗ്രേപ്പ് ഫ്രൂട്ട് ആണ്. ഗ്രേപ്പ് ഫ്രൂട്ട് എന്ന് പറയുന്നത് അഗൈൻ ഒരു എൻസൈം ഇൻഹിബിറ്റർ ആണ്. സോ ഇറ്റ്സ് നോട്ട് ദ കോസ് ഓഫ് ഹൈപ്പോതൈറോയിഡിസം. ഇവിടെ ചോദിച്ചിരിക്കുന്നത് ലീസ്റ്റ് കോസ് ആണ്. അതുകൊണ്ടാണ് ഗ്രേപ്പ് ഫ്രൂട്ട് ആൻസർ വരുന്നത്. വാട്ട് ഇസ് എ ഹൈ അലേർട്ട് ഡ്രഗ്? എന്താണ് ഹൈ അലേർട്ട് ഡ്രഗ്? ഇവിടെ നമ്മുടെ ഓപ്ഷനിൽ ആൻസർ വാർഫറിൻ ആണ്. സൈഡിൽ കുറച്ച് എക്സാമ്പിൾസ് ഓഫ് ഹൈ അലേർട്ട് ഡ്രഗ് ഇട്ടിട്ടുണ്ട്. IV ഇൻസുലിൻ, പൊട്ടാഷ്യം ക്ലോറൈഡ് ഫോർ ഇഞ്ചെക്ഷൻ, കീമോതെറപ്യൂട്ടിക് ഏജൻസ്, പേരൻറ്ററലായിട്ട് ഉപയോഗിക്കുന്ന കീമോതെറപ്യൂട്ടിക് ഏജൻസ്, എപ്പിഡ്യൂറൽ അല്ലെങ്കിൽ ഇൻട്രാത്തീക്കലായിട്ട് ഉപയോഗിക്കുന്ന ഡ്രഗ്സ്, IV ആയിട്ട് ഉപയോഗിക്കുന്ന അൺഫ്രാക്ഷൻ ഹെപ്പറിൻ, സോഡിയം ക്ലോറൈഡ് ഇഞ്ചെക്ഷൻ 0.9%, ന്യൂറോമസ്കുലർ ബ്ലോക്കിംഗ് ഏജന്റ്, പൊട്ടാഷ്യം ഫോസ്ഫേറ്റ് ഇഞ്ചെക്ഷൻ,
subcutaneous ആയിട്ട് യൂസ് ചെയ്യുന്ന ഇൻസുലിൻ, വാർഫറിൻ, adrenergic agonist, dextrose 20% or higher, narcotics, opiates, IV transdermal, പിന്നെ അനസ്തെറ്റിക് ആയിട്ടുള്ള ഏജൻസ്, മെഗ്നീഷ്യം സൾഫേറ്റ് ഇഞ്ചക്ഷൻ, നൈട്രോപ്രൊസൈഡ്, സോഡിയം, ഇവരൊക്കെയാണ് കൂടുതലും ഹൈ അലേർട്ട് ഡ്രഗ്സ് ആയിട്ട് ലേബിൾ ചെയ്തിരിക്കുന്നത്. മെഡിക്കൽ അബ്രിവേഷൻ ഫോർ ഓറൽ റൂട്ട്, ഇത് എല്ലാവർക്കും അറിയുന്നതാണ്. PO എന്ന് പറയുന്നത് പെർ ഓസ്, അതായത് ബൈ മൗത്ത്. ഡിപ്പോട്ട് ഇഞ്ചക്ഷൻ ഇസ് അഡ്മിനിസ്റ്റേർഡ് ബൈ, ഡിപ്പോട്ട് ഇഞ്ചക്ഷൻസ് നമ്മൾ ഇൻട്രാമസ്കുലർലി ആണ് അഡ്മിനിസ്റ്റർ ചെയ്യുന്നത്. ലീസ്റ്റ് പ്രിഫേർഡ് റൂട്ട് ഫോർ പെപ്റ്റൈഡ് ഓർ പ്രോട്ടീൻ അഡ്മിനിസ്ട്രേഷൻ, പെപ്റ്റൈഡ് അല്ലെങ്കിൽ പ്രോട്ടീൻ കണ്ടന്റ് ആയിട്ടുള്ള എന്തെങ്കിലും അഡ്മിനിസ്ട്രേഷൻ കൊടുക്കാൻ പാടില്ലാത്ത അല്ലെങ്കിൽ ലീസ്റ്റ് ആയിട്ട് നമ്മൾ പ്രിഫർ ചെയ്യുന്ന റൂട്ട് എന്താണ്? ഓറൽ റൂട്ടാണ്. ഈ പ്രോട്ടീൻ അല്ലെങ്കിൽ പെപ്റ്റൈഡ് ഡ്രഗ്സിന് ഭയങ്കര ചെറിയ ബയോ അവൈലബിലിറ്റി ആണ്. അങ്ങനെ അത് ഓറൽ റൂട്ടിൽ അഡ്മിനിസ്റ്റർ ചെയ്യുമ്പം അവർക്ക് അവിടെ ഗ്യാസ്ട്രോ ഇൻഡസ്ട്രീനൽ പ്രോട്ടിയേസസ് ഒക്കെ കാരണം അല്ലെങ്കിൽ എപ്പിത്തീലിയൽ ബാരിയർ ഒക്കെ കാരണം അവരുടെ അബ്സോർപ്ഷനെ അത് ഡിലേ ആക്കും. അതുകൊണ്ട് തന്നെ നമ്മൾ അതിനെ പ്രിഫർ ചെയ്യുന്നില്ല. കാരണം ബയോ അവൈലബിലിറ്റി നോർമലി ഈ ഡ്രഗ്സിന് കുറവാണ്. ഓറൽ റൂട്ട്സിൽ എടുക്കുമ്പം ഏതൊരു ഡ്രഗ് ആയാലും അതിൻ്റെ ബയോ അവൈലബിലിറ്റി കോംപ്രമൈസ്ഡ് ആകും. പിന്നെ പ്രോട്ടീൻസ് ആൻഡ് പെപ്റ്റൈഡ്സ് ഹാവ് വൈഡ് റേഞ്ച് ഓഫ് തെറപ്യൂട്ടിക് ഏജൻറ്റ്സ് എമേർജ്ഡ് വിത്തിൻ ആൻഡ് ദി അഡ്മിനിസ്ട്രേഷൻ ഇസ് ത്രൂ നീഡിൽ ആൻഡ് സിറിഞ്ച്. ഏറ്റവും നമ്മൾ ബെസ്റ്റ് ആയിട്ട് ഏത് റൂട്ടിലാണ് പ്രോട്ടീൻ അല്ലെങ്കിൽ പെപ്റ്റൈഡ് അഡ്മിനിസ്ട്രേഷൻ പ്രിഫർ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ IV റൂട്ടാണ്. ലീസ്റ്റ് പ്രിഫേർഡ് ഓറൽ ആൻഡ് ബെസ്റ്റ് പ്രിഫേർഡ് എന്ന് പറയുന്നത് IV റൂട്ടാണ്. അഡ്മിനിസ്ട്രേഷൻ ഓഫ് ബോട്ടോക്സ് ഇഞ്ചക്ഷൻ, ബോട്ടോക്സ് ഇഞ്ചക്ഷൻ നമ്മൾ കൊടുക്കുന്നത് ഇൻട്രാമസ്കുലർലി. ഡയമറ്റിക്കോൺ മെക്കാനിസം ഓഫ് ആക്ഷൻ, ഇവിടെ ഡയമറ്റിക്കോണിന്റെ മെക്കാനിസം ഓഫ് ആക്ഷൻ ചോദിച്ചിരിക്കുന്നത് ഇറ്റ് ഇന്റർഫിയേഴ്സ് വിത്ത് വാട്ടർ ബാലൻസ്. ഡയമറ്റിക്കോൺ എന്ന് പറയുന്നത് നമ്മൾ യൂഷ്വലി ഹെഡ്ലൈസിന് വേണ്ടിയിട്ടും പിന്നെ ആന്റി ഫ്ലക്ചുലന്റ് ഒക്കെ ആയിട്ടാണ് നമ്മൾ ഡയമറ്റിക്കോൺ യൂസ് ചെയ്യാറ്. ഇത് വാട്ടർ ബാലൻസിനെ എഫക്ട് ചെയ്യും. ഓക്കെ, ഇറ്റ് ഫോംസ് എ ബാരിയർ ഓൺ ദ സ്കിൻ ദറ്റ് ഹെൽപ്സ് മിനിമൈസസ് ദ വാട്ടർ ലോസ്. Dimethicone also helps improve the skin smoothness and flexibility by filling gaps between the cells in the uppermost layer of the skin. ഫ്ലക്ചുലൻ്റ് ആയിട്ട് അല്ലെങ്കിൽ ആൻറ്റി ഫ്ലക്ചുലൻ്റ് ഏജൻ്റ് ആയിട്ട് ഇത് യൂസ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇറ്റ് പ്രിവെൻറ്റ്സ് ദ ഫോർമേഷൻ ഓഫ് മ്യൂക്കസ് സറൗണ്ടിങ് ദ ഗ്യാസ് പോക്കറ്റ്സ് ഇൻ ദി GI ട്രാക്ട്. അങ്ങനെ ബിഗ് ഗ്യാസ് ബബിൾസിൻ്റെ ഫോർമേഷൻ അലൗ ചെയ്ത് അത് ഈസി ആയിട്ട് ബോഡീനെ എക്സ്പെൽ ചെയ്യാൻ സഹായിക്കുന്നു. ഇത് യൂഷ്വലി നമ്മൾ ഡയമറ്റിക്കോൺ ആൻറ്റാസിഡ്സിൻ്റെ കൂടെ ഒക്കെ കമ്പൈൻ ചെയ്ത് യൂസ് ചെയ്യാറുണ്ട് ഫോർ എലിമിനേഷൻ ഓഫ് ട്രാപ്ഡ് ഗ്യാസ്. ഹെഡ്ലൈസ് എങ്ങനെയാണ്? ഹെഡ്ലൈസിൻ്റെ യൂസ് ഡയമറ്റിക്കോൺ ഹൗ ഇറ്റ് ഡസ് ഇസ് ദാറ്റ് അവർ അഡൽട്ട് അല്ലെങ്കിൽ ലിംഫ് ലൈസിനെ ഇറാഡിക്കേറ്റ് ചെയ്യാൻ സഹായിക്കുന്നു. എങ്ങനെ? ഡിസ്റപ്ഷൻ ഓഫ് വാട്ടർ ഹോമിയോസിസ് ആൻഡ് സഫക്കേഷൻ. ആ ഒരു ലൈസിനെ സഫക്കേറ്റ് ചെയ്ത് വാട്ടറിൻ്റെ ആ ഒരു ഹോമിയോസ്റ്റേസിന് ഡിസ്റപ്ഷൻ നടത്തിയിട്ടാണ് സഹായിക്കുന്നത്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഡ്രഗ് ഷുഡ് ബി അഡ്മിനിസ്റ്റർഡ് അറ്റ് ദ സെയിം ടൈം ഡെയിലി? ആൻസർ ലിവഡോപ്പയാണ് വരുന്നത്. നമുക്കറിയാം ലിവഡോപ്പ നമ്മൾ പാർക്കിൻസൺ ഡിസീസിലെ ഡ്രഗ് ഓഫ് ചോയ്സ് ആണ് ലിവഡോപ്പ. നമ്മൾ യൂഷ്വലി കോമ്പിനേഷൻ ആയിട്ട് കാബിഡോപ്പയുടെ കൂടെയാണ് ഇതിനെ കൊടുക്കുന്നത്. നമ്മൾ യൂഷ്വലി ലിവഡോപ്പ സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരു സ്മോൾ ഡോസിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഓഫ് ദ ക്വിക്ക് ആക്ടിംഗ് പിൽ 2 to 3 times per day വിത്ത് എ മീൽ ഓർ എ സ്നാക്ക്. നമ്മൾ ഫുഡിൻ്റെ കൂടെ ആണ് ഇത് ലിവഡോപ്പ സജസ്റ്റ് ചെയ്യുന്നത്. കാരണം ലിവഡോപ്പ എടുക്കുമ്പോൾ നോസിയ, വോമിറ്റിങ്ങും കുറച്ച് സൈഡ് എഫക്ട്സ് ഉള്ളത് കൊണ്ട് നമ്മൾ ഫുഡിൻ്റെ കൂടെയാണ് ഇതിനെ പ്രിഫർ ചെയ്യുന്നത്. യൂഷ്വലി സ്മോൾ ഡോസിൽ ഒരു ദിവസം 2 മുതൽ 3 times വരെയാണ് പ്രിഫർ ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് ഗ്രാജുവലി നമ്മൾ ഈ ഡോസ് ഇൻക്രീസ് ചെയ്യും ഓവർ സെവറൽ ഡേയ്സ് ഡിപ്പെൻഡിങ് ഓൺ ദ പേഴ്സൺസ് ടോളറൻസ് ടു ദ ലോവസ്റ്റ് ഡോസ് ഇറ്റ് കൺട്രോൾ സിംറ്റംസ്. ലിവഡോപ്പ് ടോളറേറ്റ് ആയി കഴിഞ്ഞാൽ പിന്നെ നമുക്കത് എംപ്റ്റി സ്റ്റൊമക്കിൽ എടുക്കാം. സ്റ്റാർട്ടിംഗ് ലെവലും ഫുഡിൻ്റെയോടാണ്, പിന്നെ അത് ഒരു എംപ്റ്റി സ്റ്റൊമക്കിലാണ് എടുക്കുന്നത്. Next question. Patient is taking methotrexate and is known to be excreted 90% unchanged in the urine. Methotrexate levels diminish at 96 hours. What might be the cause of this prolonged excretion of this drug? Answer: it's because it's increased fluid in body due to effusion. Methotrexate എന്ന് പറയുന്നത് നമുക്കറിയാം ഡിമാ ഡ്രഗ് ആയിട്ട് യൂസ് ചെയ്യും. ആൻറ്റി മെറ്റബലൈറ്റ്സ് ഒക്കെ ആയിട്ട് ക്യാൻസർ തെറാപ്പിക്കൊക്കെ യൂസ് ചെയ്യുന്ന ഡ്രഗാണ്. ഇത് പെനട്രേറ്റ് ചെയ്യുന്നത് വളരെ പെതിയാണ് ഒരു തേർഡ് സ്പേസ് ഫ്ലൂയിഡ്സിലേക്ക്, അതായത് പ്ലൂറൽ എഫ്യൂഷൻ, അസൈറ്റിസ് പോലത്തെയുള്ള ആ ഒരു ഏരിയയിലേക്ക് ചെറുതായിട്ടാണ് പെനട്രേറ്റ് ചെയ്യുന്നത്. എന്നിട്ട് ദേ എക്സിസ്റ്റ് സ്ലോലി ഫ്രം ദീസ് കമ്പാർട്ട്മെന്റ്സ്. സസ്റ്റെയിൻ കോൺസെൻട്രേഷൻ റീറ്റെയിൻ ഇൻ കിഡ്നി ആൻഡ് ലിവർ. ബാക്കിയുള്ളത് ലിവറിലും കിഡ്നിയിലും ഒക്കെ അക്യുമുലേറ്റ് ആവാൻ ചാൻസ് ഉണ്ട്. Patient was taking mesalamine. Few days later, he developed nausea and vomiting, palpitation and flushing. After asking him, he revealed that he drinks 2 cups of wine. The bottle of this medication was inspected, and upon comparison of mesalamine tablets, the person discovered it was another drug. എന്തായിരിക്കും ആ ഡ്രഗ്? അതായത് പേഷ്യൻറ്റ് മെസലമൈൻ ആണ് എടുക്കുന്നതെന്ന് പറഞ്ഞത്, പക്ഷെ ഒരു വൈനൊക്കെ എടുക്കുന്ന ഒരാളായതുകൊണ്ട് കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ, ഫ്യൂ ഡേയ്സ് കഴിഞ്ഞപ്പോൾ നോസിയ, വോമിറ്റിംഗ്, പാൽപിറ്റേഷനും ഫ്ലഷിങ്ങും ഒക്കെ വന്നു.
ഓക്കെ, അപ്പോൾ ഇത് നമ്മൾ അന്വേഷിച്ച് നോക്കിയപ്പം ബോട്ടിലിൽ മെസിലമൈന് പകരം വേറെ ഏതൊരു ഡ്രഗ് ആയിരുന്നു, എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ മെട്രോണിഡസോൾ ആണ് വരുന്നത്. നമുക്കറിയാം മെട്രോണിഡസോളും ആൽക്കഹോളും കൂടി ഒരുമിച്ചെടുക്കാൻ പാടില്ല, അവിടെ റിയാക്ഷൻസ് ഉണ്ടാകും. ആൽക്കഹോളും മെട്രോണിഡസോളും ടുഗദർ എടുത്താൽ റിയാക്ഷൻസ് ലൈക്ക് നോസ്റ്റിയ, സ്റ്റൊമക് ക്രാമ്പിംഗ് ആൻഡ് വോമിറ്റിംഗ് ഉണ്ടാവാൻ ചാൻസസ് ഉണ്ട്.